സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും വാദിക്കുന്ന ഒരാളാണ്. കുറെ കൂടി സീറ്റുകൾ കൊടുത്ത് കുറെ പേരെ ജയിപ്പിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന് മാതൃക കാണിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതിനപ്പുറമായിട്ട് വനിതകളുടെ കാര്യങ്ങൾ, സ്ത്രീ ശാക്തീകരണ രംഗത്ത് അവരെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ കോൺഗ്രസ് എടുക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മെയ് മാസത്തിൽ അധികാരം എടുക്കുന്നതിന് ഒരു സംശയം വേണ്ട. അധികാരമാറ്റം അത് ജനം തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു. അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനാണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പൊ വീണ്ടും അരൂരിലൊരു അംഗത്തിന് ഇറങ്ങുകയാണ്. ഇത്തവണത്തെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? ഇത്തവണ 101% വിജയപ്രതീക്ഷയാണ്. ഞങ്ങൾ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഠിനമായ ചൂടിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകര്, നേതാക്കളും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് നൽകുന്നത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണം. UDF വളരെയധികം വിജയസാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് അരൂർ അറിയപ്പെടുന്നത്. പക്ഷെ അവിടെ അങ്ങനെ വിജയം UDF കൊണ്ടുവരാൻ കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 അവർ സാധിച്ചത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് അങ്ങനെയല്ലല്ലോ. രാഷ്ട്രീയത്തിന് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഈ ഏറ്റവും സമീപകാലത്തുള്ള വിജയങ്ങളാണ് നോക്കേണ്ടത്. ശ്രീ KC വേണുഗോപാൽ ഇവിടെ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ നമുക്ക് വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അരൂർ നിയോജകമണ്ഡലത്തിൽ കൊടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അരൂര് UDF മേൽക്കൈയുള്ള മണ്ഡലമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പോഴും നമുക്കതുകൊണ്ട് തന്നെ ആ മേൽക്കൈ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇടത് ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ മേഖലയിൽ കുടിവെള്ളം എന്ന് പറഞ്ഞത് കിട്ടാക്കനിയാണ് ഇവിടുത്തെ കോസ്റ്റൽ മേഖലയിലടക്കം. അതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. വേലിയേറ്റം വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ഗവൺമെന്റ് ചെയ്തിട്ടില്ല. 10 കൊല്ലം അടുപ്പിച്ച് ഭരിച്ച ആളുകളല്ലേ, ഒരു തവണ പോലും അതിനൊരു സബ്മിഷൻ പോലും ഉണ്ടായതായിട്ട് അറിയുന്നില്ല. വേലിയേറ്റത്തിന്റെ പ്രശ്നം കൊണ്ട് ഒട്ടുമിക്ക വീടുകളിലും ടോയ്ലറ്റും അടുക്കളയും ഒക്കെ കൂടി ഒരുമിച്ച് കിടക്കുന്ന മലീമസമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്ത് വന്നാലും ഒന്നുകിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതും അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പം അതിനൊക്കെ മാറ്റം വരണ്ടേ? ഇവിടുത്തെ ആശുപത്രി കെട്ടിടങ്ങളുടെ വലിപ്പം അല്ലല്ലോ, നിലകൾ എത്ര ഉണ്ടെന്ന് നോക്കലല്ലോ, അതിനകത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങൾ അതൊക്കെ ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതും അരൂരിൽ ഗുണകരമാണ്. 95 സീറ്റിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നുള്ളത്. പക്ഷെ അതിലാകെ 9 സീറ്റുകളിലെ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ VD സതീശൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എല്ലാ പ്രാവശ്യവും ഒരുപാട് സ്ത്രീ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനം തിരഞ്ഞെടുപ്പ് അടുക്കും തോറും അതിൽ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അതിൽ വ്യക്തിപരമായ ഒരു ഖേദപ്രകടനം അദ്ദേഹം നടത്തുകയുണ്ടായി. ഈ ഒരു പ്രതികരണത്തിൽ അല്ല, ഞാൻ എല്ലാ കാലത്തും സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും വാദിക്കുന്ന ഒരാളാണ്. പോരാ, സത്യത്തില് കുറെ കൂടി സീറ്റുകൾ കൊടുത്ത് കുറെ പേരെ ജയിപ്പിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന് മാതൃക കാണിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അത് ഇപ്പോഴും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ ഇത്തവണ മത്സരിക്കുന്ന സീറ്റുകളിൽ നിന്ന് എല്ലാ സ്ത്രീകൾ വിജയിച്ചു വരും. അങ്ങനെ വനിതാ പ്രാതിനിധ്യം കൃത്യമായി ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം. അതുപോലെ തന്നെ വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശവും വാർത്തയായിട്ടുണ്ടായിരുന്നു. ആ ഒരു അഭിപ്രായം അതിനെ സംബന്ധിച്ച് അദ്ദേഹം സ്ത്രീ ശാക്തീകരണം എത്രത്തോളം കോൺഗ്രസ് പാർട്ടി നെഞ്ചിലേറ്റിയാണ് ആ പ്രമേയം കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതിനപ്പുറമായിട്ട് വനിതകളുടെ കാര്യങ്ങൾ, സ്ത്രീ ശാക്തീകരണ രംഗത്ത് അവരെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ കോൺഗ്രസ് എടുക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാണ്. അതിന് ഞാൻ അങ്ങനെ കാണുന്നത്. അപ്പം ഇപ്പൊ പ്രചരണം എവിടെ വരെയായി? എന്തൊക്കെയാണ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളെ? പുറത്തിറങ്ങുമ്പോൾ ഞാനിപ്പോ പരമാവധി ആളുകളെ, ഒരു അസംബ്ലി കാൻഡിഡേറ്റിന് മുഴുവൻ ആളുകളെയും നേരിൽ കാണുക അസാധ്യമാണ്. എന്നാലും വളരെ ചുരുങ്ങിയ സമയവും കൂടിയാണ് ഉള്ളത്. പരമാവധി ആളുകളെ മുഖാമുഖം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് സ്ഥാനാർത്ഥിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ UDF കമ്മിറ്റിയാണ് നോക്കുന്നത്. ഞാൻ പരമാവധി, ഞങ്ങൾക്ക് പീരിയഡ് ഷെഡുകളുണ്ട് ഇവിടെ, അതുപോലെ തൊഴിലുറപ്പ് കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ എല്ലായിടത്തും പോയി കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളുകളിലും അത് തുടരും. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മെയ് മാസത്തിൽ അധികാരം എടുക്കുന്നതിന് ഒരു സംശയം വേണ്ട. 100-ലധികം സീറ്റ് എന്നുള്ള നേതാക്കളുടെ പ്രസ്താവന അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ അധികാരമാറ്റം എന്തായാലും അധികാരമാറ്റം അത് ജനം എന്നെ തീരുമാനം എടുത്തിരിക്കുന്നു.